ഹായ് ഫ്രണ്ട്സ്. അപ്പം സായി ഈ ഒരു മണി ബോക്സ് ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നാളത്തെ ഇന്റർവ്യൂവിലേക്ക് നമുക്ക് സായിനെ കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത് സായി നന്ദനയുടെ വീട്ടിലായിരിക്കുമോ അല്ലെങ്കിൽ സായിയുടെ വീട്ടിലേക്കായിരിക്കുമോ നേരെ പോകുന്നത് എന്നായിരിക്കും. ആ ഒരു വീട് വെക്കുന്നതിന് കിട്ടിയ ആ ഒരു പണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നന്ദനയുടെ അടുത്തേക്ക് ഓടി പോകുമായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പല മീഡിയാസിലൂടെയൊക്കെ കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും അത്. അപ്പം പെങ്ങളുട്ടിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന കണ്ണൻ സായിയെ കാണാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ കാണിച്ചതുപോലെ ആ ഒരു സ്നേഹപ്രകടനം നമുക്കിവിടെ കാണാൻ കഴിഞ്ഞേക്കാം. എന്തായാലും സായിയുടെ ഒരു ഭാഗ്യമാണ് ഇത്രയും ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പെങ്ങളെ കിട്ടിയത്. കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ബ്ലസ്ലി ഒക്കെ ചെയ്തതുപോലെ ഒരു ആപ്പിളൊക്കെ കടിച്ചിട്ട് മാസമായിട്ടാണ് നമ്മുടെ കണ്ണൻ സായി ആ ഒരു മണി ബോക്സ് എടുക്കാൻ വേണ്ടി വന്നത്. അപ്പൊ ഈ ഒരു മണി ബോക്സ് എടുത്തതിന് ശേഷം അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഗിൽട്ടി ഫീല് അദ്ദേഹത്തിന്റെ മുഖത്ത് കാണാൻ കഴിഞ്ഞു. പഴയ പോലെ ചിരിച്ച് സംസാരിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അഭിഷേകും ഋഷിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് ഷോക്കായത്. അതിനുശേഷം ഒരു മാസ് ഡയലോഗൊക്കെ ഒരു ചെറിയ പ്രസംഗമൊക്കെ പറയാനായിട്ട് അദ്ദേഹം വന്നിരുന്നു ആ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞു ഇറങ്ങി പോകാൻ. പിന്നെ മിൽമയുടെ ഗിഫ്റ്റ് ഒന്നും കണ്ണൻ സായിക്ക് കിട്ടിയില്ല. അതിന്റെ ഒരു പരാതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്തും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അങ്ങനെ നമുക്ക് കാത്തിരിക്കാം നന്ദൂട്ടനെ കാണാൻ കണ്ണൻ സായി തൃശ്ശൂരിലേക്ക് വരുന്നതും ആ ഒരു ഉപഹാരം ആ ഒരു 5 ലക്ഷത്തിന്റെ പണപ്പെട്ടി നന്ദൂട്ടന് കൈമാറുന്നതും കാണാൻ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.